ഹലോ ഗൈസ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇതാ കുറേ നേരം വന്നിങ്ങനെ പുറത്തിരിപ്പുണ്ടായിരുന്നു. അതിന് ശേഷം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നീടാണെങ്കിൽ ഇന്ന് കുറച്ച് ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. കുറച്ച് കുക്കിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. അപ്പോൾ എന്നിട്ട് ഞാൻ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. മുകളിൽ പോയിട്ട് മീനെയൊക്കെ ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. അനിയൻ കുറച്ച് മീനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ മീനെയൊക്കെ കാണാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്ന് അതിനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ രാവിലെ എൻ്റെ പണി ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവൻ ഈ ചെടികൾ, മീൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനങ്ങനെയൊന്നുമില്ല. മീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ബക്കറ്റിലും ബേസിനിലും അതിലും ഇതിലൊക്കെ ഓരോരോ മീനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവൻ്റെ ഒരു രസം എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അനിയന്. അങ്ങനെ കണ്ടോ, കുറച്ച് മീനുകൾ ഓരോന്നിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അവൻ്റെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ പോയി അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മീൻ തീറ്റയൊക്കെ കൊടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മുകളിലത്തെ നിലയിൽ അടുക്കള ഫുള്ള് എന്ന് വെച്ചാൽ താഴത്തെ നിലയിൽ അടുക്കള യൂസ് ചെയ്യുള്ളൂ. മുകളിലെ നിലയിൽ അടുക്കള ഫുള്ള് മീൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അവൻ. പിന്നീട് അവിടെ പോയി ഞാൻ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് താഴെ ഇറങ്ങിപ്പോവാം. അങ്ങനെ ഇനി താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഫുഡൊക്കെ അമ്മ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടിയപ്പമാണ് കേട്ടോ. രാവിലെ ഇടിയപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടിയപ്പവും കുറുമക്കറിയായിരുന്നു കേട്ടോ രാവിലെ കഴിക്കാനായിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം ഇനി കുക്കിംഗ് പരിപാടി തുടങ്ങണം. അമ്മയാണ് കുക്ക് ചെയ്യണത്, എന്നാലും ഞാനെല്ലാം ഒന്ന് സഹായിച്ചു കൊടുക്കും കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ പായസമൊക്കെ വെക്കണം. അതും അമ്മ തന്നെയാണ് കേട്ടോ വെക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ രാവിലെ ഉള്ള പരിപാടികളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ ഞാനിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ നാളായി. എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു കേട്ടോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, ചിക്കൻ മേടിക്കാൻ പോവാണേ. അങ്ങനെ ചിക്കൻ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ മേടിച്ചു കേട്ടോ. ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം പഴം മേടിക്കാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു പഴമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പഴം മേടിച്ചു. അതിനുശേഷം ജ്യൂസും കൂടി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചും കൂടി പഴം മേടിക്കാനായിട്ട്. അങ്ങനെ വീണ്ടും പഴം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അങ്ങനെ ഇവിടെ അമ്മ കുക്കിംഗ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നീട് പരിപ്പ് കറി, ചിക്കൻ, ഇനി ഇതെല്ലാം വെക്കണം. അങ്ങനെ അമ്മ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഈ ചോപ്പറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചോപ്പർ മേടിച്ചതിന് ശേഷം അമ്മയ്ക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട് കേട്ടോ. അരിയാനൊക്കെ എളുപ്പമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് നല്ലപോലെ കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ ഒരു ചോപ്പർ. കാരണം എന്ന് വെച്ചാൽ മുമ്പ് ഇവിടെ ഉള്ളത് വേറെ ഒരെണ്ണമായിരുന്നു. അതെപ്പോഴും പൊട്ടിപ്പോകുമായിരുന്നേ. പക്ഷേ ഈ ചോപ്പർ എന്തായാലും കൊള്ളാം കേട്ടോ. അതാണ്ട് നോക്കിയേ, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് പിടിച്ചാലും മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നോക്കിയേ, നീറ്റായിട്ട് അതെല്ലാം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നീടാണെങ്കിൽ ഇവിടെ ചിക്കൻ കഴുകുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്യാം. അമ്മ ഇന്ന് കുക്കർ ചിക്കൻ വെക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ റെസിപ്പിയൊന്നും എടുത്തിട്ടില്ല. കുക്കർ ചിക്കനാണ് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ വെക്കാനായിട്ടാണ് നോക്കണം. അങ്ങനെ ചിക്കനിൽ എന്തൊക്കെയോ പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റെസിപ്പി എടുത്തില്ല കേട്ടോ. എന്തൊക്കെയാണോ ഇട്ടതെന്ന് എനിക്കറിയത്തില്ലേ. അങ്ങനെ ഒരറ്റത്ത് പായസമൊക്കെ സെറ്റാവുന്നുണ്ടേ. അടപ്രഥമനാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഒരറ്റത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതിനിടയ്ക്കാണെങ്കിൽ എനിക്ക് ഒരു നെക്ലേസും കമ്മലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി മേടിച്ചുകൊണ്ട് തന്നതാണ്. പിന്നീട് കുറേ മിഠായി അതും ഇതും ഇങ്ങനെ കുറേ കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റാർ ഫിഷാണ്. സ്റ്റാർ ഫിഷിനെ കയ്യിൽ വെച്ചേക്കണം ആദ്യമായിട്ടാണ് കേട്ടോ. ചേച്ചി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കന്യാകുമാരിയിൽ എന്തോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് എനിക്ക് തലവേദനയായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വെയിലടിച്ച് അപ്പം തന്നെ തലവേദന വരും. അങ്ങനെ പിന്നീട് ആവി പിടിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും നല്ല ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ വയ്യാണ്ടാവും, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവും കേട്ടോ. തലവേദനയാണ് മെയിനായിട്ടുള്ളത്. അങ്ങനെ കുറേ നേരം ആവിയൊക്കെ പിടിച്ചെന്നിട്ടും ഓക്കെ ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. കാരണമെന്ന് വെച്ചാൽ തലവേദന ഇന്ന് എനിക്ക് പോയില്ല, ഇന്ന് ഫുള്ള് തലവേദനയായിരിക്കും. അങ്ങനെ ഇവിടെ കഴിക്കാനായിട്ട് ഇലയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് പുറത്തേക്കൊന്ന് പോവുകയാണേ. പുറത്തേക്കൊന്ന് പോകണം, കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ വൈകിട്ടൊന്ന് പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ തലവേദനയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് കുളിച്ചൊന്ന് ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഓണക്കോടി. ഇങ്ങനെയുണ്ട്, മമ്മി തന്നതാണേ. അങ്ങനെ ഞങ്ങൾ നടന്നു പോകാനായിട്ട് പോവുകയാണേ. അങ്ങനെ അടുത്ത് തന്നെയാണ് കട. അങ്ങനെ ഇവിടെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചെരുപ്പ് മേടിക്കാനാണ് കേട്ടോ പോയത്. കൊച്ചിനൊരു ചെരുപ്പ് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി കടകളിൽ നോക്കിയിട്ട് സൈസൊന്നും കിട്ടിയില്ല. പിന്നീട് അവസാനം ബേബി മാളിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി ഓരോ ചെരുപ്പും നോക്കി അവസാനം ഒരു സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് എല്ലാം മേടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഒരു ഷർട്ട് മേടിക്കാൻ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസ്, ഷവർമ്മ അതൊക്കെ അനിയന് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.